ബിഗ് ബോസ് മലയാളം സീസൺ 7ലൂടെയല്ല ആദില നൂറ പ്രണയം പൂവിടുന്നതും നമ്മൾ അറിയുന്നതും ഒന്നും. പക്ഷേ ബിഗ് ബോസ് ഇരുവർക്കും പുതിയൊരു ജീവിതം തന്നെയാണ് നൽകിയത്. എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു ജീവിതം എന്നൊക്കെ പറയുന്നത് അത്ര കളർഫുൾ ആയത് അല്ലെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസ് ആരാധകരെ കൊണ്ട് മാത്രമൊന്നുമല്ല, അതിനോടൊപ്പം തന്നെ ബിഗ് ബോസ് ഗ്രാൻഡ്മ, അതായത് നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ചാനലിന്റെ താഴെയും കുറേയധികം സ്ഥിരം വ്യൂവേഴ്സ് ഒരുപാട് നല്ല കമന്റ്സ് ഇവർക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അതായത് ഇവരോടുള്ള ആ ഒരു സപ്പോർട്ടും സ്നേഹവും എല്ലാം ഞാൻ ഈ കമന്റ്സിലൂടെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാൻ പേഴ്സണലി എനിക്കിതിവിടെ പറയണമെന്നുള്ളൊരു സന്തോഷം തോന്നിയത് തന്നെ. അതിൽ തന്നെ ഒന്ന് എടുത്തു പറയാനുള്ള കുറച്ച് കമന്റ്സ് ഉണ്ട്. നമുക്കറിയാം ഈ കുട്ടികളൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളതാണ്, ലെസ്ബിയൻസ് ആണ്. ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല, പ്രത്യേകിച്ച് മുസ്ലിം ആണ് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ സപ്പോർട്ട് കുറവാണ്. സോ കമന്റുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിൽ പ്രത്യേകിച്ച് കാണുമ്പം ഒരു എന്താ പറയുക, ഒരു അടുപ്പം തോന്നുന്നൊരു കമന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കമന്റ് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. പടച്ചോനെ ഇവർക്ക് ഇനിയും നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ട്, ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് കരുത്തും കഴിവും ഒക്കെ നൽകണേ എന്ന്. ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന, എന്താ പറയാ, എത്ര നല്ല മനുഷ്യരാണ് ഈ ഒരു കമന്റ് ഇടുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര നല്ല മനസ്സാണ് അവരുടേത് എന്നെനിക്ക് തോന്നാറുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നെഗറ്റീവ് കമന്റ്സ് ഇവരുടെ പേജുകളിലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേജുകളിലൊന്നും ആദിലയ്ക്കോ നൂറയ്ക്കോ എതിരെയുള്ള നെഗറ്റീവ് കമന്റുകളൊന്നും കാണാറില്ല. പിന്നെ സോഷ്യൽ മീഡിയ അല്ലേ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കമന്റ്സുകളൊക്കെ വരും, ഉറപ്പായിട്ടും വരും, എവിടെയെങ്കിലുമൊക്കെ അത് കാണും. പിന്നെ നമ്മളത് കൂടുതൽ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയമാണ് പോകുന്നത്. സോ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാനൊന്നും സാധിക്കത്തില്ല. എന്തായാലും ശരി, ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചവരാണ് ഈ പറയുന്ന ആദിലയും നൂറയും. അവരുടെ പ്രണയത്തിന്റെ ആ ഒരു ബന്ധം, അതിന്റെ പേരിൽ കുറെ ബന്ധുക്കളിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൊസൈറ്റി ഇത് അറിയുന്ന സമയത്ത് അവിടെയും കുറെ നെഗറ്റീവ്സുകൾ, അങ്ങനെ ഒറ്റപ്പെടലുകളൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ഒരുമിച്ച്, രണ്ട് പെൺകുട്ടികൾ ഒന്നിച്ച് അവർ ഉണ്ടാക്കിയെടുത്ത ഒരു സാമ്രാജ്യമാണ് ഇന്ന് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചത്. അതിലൂടെ ആദിലയ്ക്കും നൂറയ്ക്കും ഒരുപാട് സ്നേഹവും പിന്തുണയും ഒക്കെ സാധാരണ ജനങ്ങളിൽ നിന്ന് ലഭിച്ചു. സാമ്പത്തികമായിട്ടും രണ്ടുപേരും ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പം ഷോയ്ക്കകത്ത് വെച്ചിട്ട് ആദിലയ്ക്കും നൂറയ്ക്കും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒക്കെ നമ്മൾ കണ്ടതാണ് അവർക്ക് കിട്ടിയത്. അതായത് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലാത്ത ആൾക്കാർ എന്നൊരു പരിഹാസം, അത് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞൊരു വ്യക്തി, അത് പക്ഷേ മോഹൻലാൽ വന്നപ്പോൾ അത് എടുത്തു പറഞ്ഞ് അവരെ അധ്വാനിച്ചാണ് സ്വന്തമായിട്ട് ജീവിക്കുന്നത്, മറ്റുള്ളവരെക്കാൾ ഒരു കാര്യത്തിലും അവർ മോശക്കാരൊന്നുമല്ല, എൻ്റെ വീട്ടിലേക്ക് ഞാൻ അവരെ ക്ഷണിക്കുന്നു എന്ന് ലാലേട്ടൻ പറഞ്ഞ ആ ഒരു ആ സീനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം കുറച്ചധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിബേറ്റുകൾ വന്നു എങ്കിൽ പോലും ഇന്നും ആ ലാലേട്ടൻ പറഞ്ഞ ആ ഒരു മറുപടി അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും വലിയ വാക്കുകളായിരുന്നു. കാരണം അവർക്കൊരിക്കലും ലാലേട്ടനിൽ നിന്ന് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടുമെന്നൊന്നും അവർ കരുതിയിട്ടില്ല. സോ ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്ക് ശേഷം ലഭിച്ച ആ ഒരു സ്നേഹം അവരെ കൂടുതൽ ജീവിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതിനു മുമ്പ് അവരൊരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന രണ്ട് വ്യക്തികളായിരുന്നു. ഈ ഒരു ഷോയ്ക്ക് ശേഷമാണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം കൂടുതൽ അവർ ആക്റ്റീവ് ആകാൻ, നല്ല രീതിയിൽ അവർ സജീവമാണ്. ഇരുവർക്കും അതിലൂടെ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു വരുമാനം അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അത് പറയുമ്പോഴാണ് ഇപ്പം ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്, ഇവർക്ക് ഓക്കെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി അവർക്ക് അവരുടെ ലൈഫ് നോക്കിക്കൂടെ, എന്തിനാണ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ട് അവരവരുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, കാർ മേടിച്ചത്, പപ്പിയെ മേടിച്ചത്, ഇതൊക്കെ ഇങ്ങനെ ഇടണോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും പറയരുത്. ശരിക്കും ഈ വീഡിയോ എടുക്കുന്നതൊക്കെ നല്ല റിസ്ക് ഉള്ള നല്ല ജോലിയാണ്. ഈ പറയുന്ന ജോലി എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടുമോ, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴിതാ പുതിയൊരു വരുമാന മാർഗം കൂടി അവർ രണ്ടുപേരും കൂടെ കണ്ടെത്തുകയാണ്. അതിന്റെ ഒരു അനൗൺസ്മെന്റ് ഉടനെ തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. സോ അവരൊരു പുതിയ ബ്രാൻഡ് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമായിരിക്കും. അഡിനോ എന്ന പേരിലുള്ള ഒരു ബ്രാൻഡാണ് അവർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന അഡിനോ, അതെന്താ പേരെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ രണ്ടുപേരുടെയും പേര് ചേർത്തൊരു പേര് വേണം. പക്ഷെ ഓൾറെഡി കുറെ ഫാൻസ് പേജുകളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് ആരാധകർ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ രണ്ടുപേരുടെയും പേര് ചേർത്ത് സിമ്പിൾ ആയിട്ടൊരു പേരുണ്ടാക്കാൻ പറ്റുന്നില്ല. അതൊക്കെ അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ അതിന്റെ കൂടെ തന്നെ മറ്റൊരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിന്റെ ഈ ഒരു ബ്രാൻഡിനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല സെലിബ്രിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആയിട്ടുള്ള അനുമോള് തന്നെയാണ്. അവരുടെ ഏറ്റവും നല്ല സുഹൃത്താണ്. പക്ഷേ
അനുമോളെ കൊണ്ടത് ചെയ്യിപ്പിക്കാതെ അവരുടെ കൂടെ എല്ലാത്തിനും അപ്സ് ആൻഡ് ഡൗൺസിനൊക്കെ കൂടെ നിന്നിട്ടുള്ള ഒരു ചേച്ചിയെ കൊണ്ടാണ് അവർ ഈ ഒരു ബ്രാൻഡിന്റെ ഇനാഗുറേഷൻ ഒക്കെ നടത്തുന്നത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് തന്നെ നമുക്ക് കാണാൻ അവരുടെ യൂട്യൂബ് ചാനലിൽ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു മൊമെന്റ് ഞാൻ കണ്ടത് ഇന്നലെയാണ് അവരുടെ ആ ഒരു യൂട്യൂബിൽ ആ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് എനിക്കും അതൊരു സപ്പോർട്ടായിട്ട് ഞാനും അത് അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തുകൂടാ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അവര് സ്വന്തമായിട്ട് കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡ് ഇന്ന് ഒരുപാട് പേര് സെലിബ്രിറ്റീസ് കംപ്ലീറ്റ്ലി ഇന്ന് സാരി അല്ലെങ്കിൽ ക്ലോത്തിങ് ബ്രാൻഡ്, ഫുഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലുമൊക്കെ ബിസിനസ് അങ്ങനെ ആരംഭിക്കുക, അതിൽ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവർ, അവരുടെ കഴിവിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നവർ അത് കൊണ്ടുപോവുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ കാണുന്ന നിങ്ങളും ഒക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കമന്റ്സിലൊക്കെ അതങ്ങോട്ട് ഷെയർ ചെയ്യുക. നിങ്ങളൊരു കമ്മ്യൂണിറ്റി കമന്റ് സെക്ഷനിൽ തന്നെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളും യൂട്യൂബ് ചാനൽ തുടങ്ങുക. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഇൻകം ജനറേറ്റിംഗ് സ്രോതസ് തന്നെയാണ് കേട്ടോ, ഒരു നല്ലൊരു സോഴ്സ് ആണ്. പിന്നെ അത് മാത്രമല്ല ബിഗ് ബോസ് സീസൺ 8 വരാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ റെഡി ആവുന്നുണ്ട്. പക്ഷെ അത്ര ആക്യുറേറ്റ് ആയിട്ട് ആര് വരും എന്നുള്ളത് മനസ്സിലാക്കാറായിട്ടില്ല. പിന്നെ അത് മാത്രമല്ല ഇത്തവണ ഈ PR-ന്റെ പണിക്കൊക്കെ ഒരു നല്ല തട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കേൾക്കണമെങ്കിൽ ഉറപ്പായിട്ടും കാത്തിരിക്കുക. അതുപോലെ തന്നെ ബിഗ് ബോസ് ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ, ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.